വാർത്തകളിലേക്ക് വിശദമായി ഇന്ന് 24 പുറത്തുവിട്ട സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ആദ്യം വോട്ടെടുപ്പ് ദിനത്തിൽ വീണ്ടും EP ബോംബ്. ബിഗ് എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും CPIM-നെയും പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ ബോംബുമായി മുതിർന്ന CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. ഇതടക്കം CPIM-നെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രം ഉൾപ്പെടെയാണ് 24 പുറത്തുവിട്ടത്. CPM-നുള്ളിലും പുറത്തും തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും EP ജയരാജൻ പുസ്തകത്തിൽ മറുപടി നൽകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന EP ജയരാജൻ CPIM ജനങ്ങളിൽ നിന്ന് അകന്നെന്നും തുറന്നടിക്കുകയാണ്. CPM-നുള്ളിൽ സ്വയം തിരുത്തൽ അനിവാര്യം. ഒന്നാം പിണറായി സർക്കാരിൽ ബന്ധുനിയമനത്തിന്റെ പേരിൽ താൻ വേട്ടയാടപ്പെട്ടു. എന്നാൽ പാർട്ടി മാധ്യമങ്ങൾ പോലും നിസ്സംഗത പാലിച്ചു. മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തില്ലെന്ന് പലരും കരുതിയെന്നും EP. ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത് CPM നേതൃത്വത്തെ അറിയിച്ച ശേഷമാണ്. എന്നാൽ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഇത് തനിക്കെതിരെയുള്ള ആയുധമാക്കി. പാർട്ടി കമ്മിറ്റിയിൽ വൈദേകവുമായി ബന്ധപ്പെട്ട P ജയരാജന്റെ വിമർശനം വളച്ചൊടിച്ച് പുറത്തുവിട്ടത് ആരാണെന്ന് തനിക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും കുറ്റപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM-നുള്ളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഏറെ കോളിളക്കമുണ്ടാക്കിയ BJP ബാന്ധവ ആരോപണത്തിലും EP ജയരാജൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന് തുറന്നു പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ. എന്നാൽ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നാണ് EP-യുടെ പരിഭവം. 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. പരാമർശങ്ങൾ വിവാദമായേക്കാമെന്നും അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. ഡോക്ടർ P സരിന് അവസരവാദ രാഷ്ട്രീയമെന്നും PV അൻവർ വയ്യാവേലിയെന്നും EP ജയരാജൻ തുറന്നു വിമർശിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് EP ജയരാജൻ തുറന്നു പറഞ്ഞത്. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അക്കാര്യത്തിലുള്ള വിശദീകരണവും ആത്മകഥയിലൂടെ EP തുറന്നു പറയുകയാണ്. എന്തായാലും EP-യുടെ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി 24 വാർത്ത. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് വാർത്തയോട് EP ജയരാജന്റെ പ്രതികരണം. പ്രതിരോധത്തിലായ CPIM ആകട്ടെ ഗൂഢാലോചനയെന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളുകയാണ്. പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുകയാണെന്ന് DC ബുക്സും അറിയിച്ചു. ഉടൻ വരുന്നു, പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്ന അടിക്കുറിപ്പോടെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് മുൻപ് തന്നെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിന് വിശദാംശങ്ങൾ DC ബുക്സ് സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതാണ്. എന്നാൽ പുസ്തകത്തിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടതോടെ പ്രസാധകരെ തന്നെ തള്ളുകയാണ് EP ജയരാജൻ. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് EP ജയരാജന്റെ തീരുമാനം. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നുണ്ട്. സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെക്കുന്നുവെന്നാണ് DC ബുക്സിന്റെ വിശദീകരണം. വോട്ടെടുപ്പ് ദിനത്തിലെ വിവാദത്തെ സംശയത്തോടെയാണ് CPIM കാണുന്നത്. EP ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്ന് നേതാക്കൾ. വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന പ്രതികരണം. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എന്ന എൻ്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടല്ല. വിവാദങ്ങളെ തള്ളുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആത്മകഥയിലെ തുറന്നുപറച്ചിലുകൾ CPIM പരിശോധിച്ചേക്കും. പാർട്ടി പരിശോധിക്കുമോ എന്ന ചോദ്യങ്ങളിൽ നിന്ന് നേതാക്കൾ ഒഴിഞ്ഞുമാറി. ന്യൂസ് ഡെസ്ക് 24. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോബി ജോൺസൺ, ദീപക് ധർമ്മടം, S വിജയകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം, തനേഷ് തമ്പി എന്നിവർ. ആദ്യം ടോബി ജോൺസണിലേക്ക്. ടോബി, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ
അത് പ്രത്യേകിച്ച് ഇ.പി. ജയരാജനെ പ്രതിസന്ധിയിലാക്കിയ കാര്യങ്ങളിലുള്ള വിശദീകരണമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളിലും പ്രതികരണം തേടുമ്പോൾ, പ്രത്യേകിച്ച് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്തൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാം ആത്മകഥയിൽ പറയുമെന്നൊരു വരിയിൽ അന്ന് അദ്ദേഹം ചുരുക്കിയിരുന്നു. ആ കാര്യം ഉൾപ്പെടെ ഇതിൽ വിശദമാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽപ്പെടുത്തിയ കാര്യങ്ങളിലുള്ള വിശദീകരണമല്ലേ ഈ പുസ്തകത്തിലുള്ളത്? തീർച്ചയായിട്ടും അനുജ, അത് തന്നെയാണ് നമ്മളും പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഈ പുറത്തു വന്ന ഈ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായതും അത് തന്നെയാണ്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം, അതായത് മുൻപ് നടന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു വിശദീകരണങ്ങൾ, പ്രത്യേകിച്ചും BJPക്കൊപ്പം കൂടുന്നു എന്നതടക്കമുള്ള വിവാദങ്ങൾ സജീവമായിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിനെതിരെ വന്ന ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. ആ കാര്യത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയപ്പോഴാണ് ഒരു പുസ്തകത്തിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറയുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് DC-യുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം ഇറക്കാനുള്ള ചർച്ചകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ, അതിലുള്ള വിശദീകരണങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടുകൾ, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിലൊക്കെ ഇ.പി. ജയരാജൻ്റെ നിലപാട് എന്താണ്? ചില തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്നതിനെ തിരുത്തുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. താനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തനിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിയാണ് എടുക്കേണ്ടത്. എന്നാൽ താൻ ഇല്ലാതിരുന്ന ഒരു സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ചയായതും തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമെന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പോലും അദ്ദേഹം സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. PB അൻവറിൻ്റെ കാര്യം പറയുന്നു. ചേലക്കരയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ഇടതു മുന്നണിക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ഒരു പ്രതികരണം നടത്തും. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലുമെല്ലാം ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ പുസ്തകമായി വരുന്നത്. എന്തായാലും ഇത് വിവാദമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ DC ബുക്സ് ആണ് ഇനി ഒരു വിശദീകരണം നൽകേണ്ടത്. എന്തുകൊണ്ട് ഇത് അദ്ദേഹം കൊടുത്ത കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതുതന്നെയാണോ അദ്ദേഹം നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയേണ്ടത് DC ബുക്സ് ആണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും DC ബുക്സ് ഇത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഒരല്പം നീട്ടിവച്ചിരിക്കുന്നു സാങ്കേതിക കാരണങ്ങളാൽ എന്നുള്ള വിശദീകരണം മാത്രമാണ്. അപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് എന്നത് അറിയാം എന്ന് പറയുമ്പോഴും ഇത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെ പ്രകാശ് കാരാട്ടിന്റെ ഒരു പ്രതികരണം വന്നത് പുസ്തക വിവാദത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നതാണ്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ വിശദീകരണം. അങ്ങനെയൊന്നും എഴുതിയിട്ടോ പ്രസിദ്ധീകരിച്ചിട്ടോ ഇല്ല എന്ന് ഇ.പി. ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Jayarajan has denounced this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിലേക്കാണ് ഇനി. ദീപക്, ഇപ്പോൾ അങ്ങനെയൊന്നും എഴുതിയിട്ടോ പ്രസിദ്ധീകരിച്ചിട്ടോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നത് പ്രകാശ് കാരാട്ട് ഇ.പി. ജയരാജൻ പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കാരണം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ ഇ.പി. ജയരാജനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതല്ലേ? അനുജ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കാര്യത്തിൽ പുസ്തകത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് DC രവി, മറ്റൊന്ന് പുസ്തകം എഴുതിയ ഇ.പി. ജയരാജൻ. പാർട്ടിയാണെങ്കിൽ ഇ.പി. ജയരാജൻ്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന, പാർട്ടി കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ട് പൂർണ്ണമായും ഇ.പി. ജയരാജൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്ററും പൂർണ്ണമായും ഇ.പി.യെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഇ.പി. ഇത്തരത്തിൽ എഴുതുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ.പി.യുമായി അടുപ്പമുള്ളവർക്കറിയാം, ഇ.പി. പല വിഷയങ്ങളിൽ പാർട്ടിയോട് കൃത്യമായ വേദനയോടുകൂടി പാർട്ടിയിൽ തുടരുന്ന ആളാണ്. അത് ഒന്ന്, സംസ്ഥാന സെക്രട്ടറിയായി ഇ.പി.യെ പരിഗണിച്ചില്ല. ഇ.പി.യേക്കാൾ ജൂനിയറായ ഇ.പി. ജില്ലാ സെക്രട്ടറിയായി 13 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ, അതും കണ്ണൂരിലെ പാർട്ടിയെ ഏറ്റവും
സംഘർഷകാലത്ത് നയിച്ചത് EP ആയിരുന്നു. അതിനുശേഷം MP ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറിയായി. ആ ജൂനിയറായ MP ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറി ആക്കി എന്നതിൽ EPക്ക് കൃത്യമായ അമർഷമുണ്ടായിരുന്നു. അത് അടക്കം പറച്ചിലിൽ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ EP പല ഘട്ടങ്ങളിൽ പല നേതാക്കളോട് പങ്കുവച്ചതാണ്. മറ്റൊന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനു ശേഷം അദ്ദേഹം കൃത്യമായൊരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു EP. കാരണം MP ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാക്കി തീരുമാനിച്ചതിന് ശേഷം. പക്ഷേ എന്നാൽ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. EP ഇതൊക്കെ എഴുതുമോ എന്ന് ചോദിച്ചാൽ EPയുടെ മനോഗതങ്ങൾ ഏറെ വേദനാജനകമായ ദിവസങ്ങൾ പിന്നിട്ട, മാസങ്ങൾ പിന്നിട്ട കുറച്ച് കാലങ്ങളായിരുന്നു. അതുകൊണ്ട് എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ EP കൃത്യമായി പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണ്, ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DCയെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ 6:30 മണിയോടെ ഈ വാർത്ത ടോബി ജോൺസൺ ബ്രേക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മൾ രണ്ടു പക്ഷവും കൊടുക്കണമെന്ന നിലപാടിൻ്റെ ഭാഗമായി EPയെ ഞാൻ വിളിക്കുന്നു. EPയുടെ ഭാര്യ PK ഇന്ദിര ജയരാജനാണ് ഫോൺ എടുക്കുന്നത്. ആദ്യം തന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് ദിവസം വിവാദം എന്നായിരുന്നു പ്രതികരണം. അത് കഴിഞ്ഞ് EP കൃത്യമായി പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും, ഞാൻ പറഞ്ഞതല്ല എന്നുള്ളത്. ഇപ്പോഴും EP അത് ആവർത്തിക്കുമ്പോൾ ഇതിൽ കൃത്യമായി EPയുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഈ ബോംബാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ LDFന് തിരിച്ചടിയാവുന്ന ഏറ്റവും വലിയ ചർച്ച. പക്ഷേ EP ഉറപ്പിച്ചു പറയുന്നു ഞാൻ എഴുതിയതല്ല വന്നത്. താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഇത് പ്രസിദ്ധീകരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴും EP ജയരാജൻ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇതിൽ ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയന് കാലം നൽകുന്ന മറുപടിയാണ് EP ജയരാജൻ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. EP ജയരാജന്റെയും CPIMന്റെയും വിശദീകരണം രണ്ട് വഴിക്കാണ്. EP ജയരാജൻ BJPയിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് K സുധാകരൻ പറഞ്ഞു. BJP EP ജയരാജനെ പിന്തുണച്ച് രംഗത്തെത്തി. അധികാരം മരുമകനിലേക്ക് എത്തിക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമത്തിനെതിരെയാണ് EP ജയരാജന്റെ തുറന്നു പറച്ചിൽ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ആ രണ്ട് പ്രതികരണങ്ങളും കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് EP ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് CPMൻ്റെ നേതാക്കൾ മനസ്സിലാക്കണം. പിന്നെ EPയുടെയും അതുപോലെ തന്നെ CPMൻ്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ടു വഴിക്കാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക EPക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടുംബാധിപത്യമാണ് ഇപ്പോൾ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഹാഷ്മി താജ് ഇബ്രാഹിം വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഹാഷ്മി, ഇപ്പോൾ വലിയൊരു വിവാദം വീണ്ടും നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് നടന്ന ദിവസം അദ്ദേഹം ഒരു വിവാദ ചുഴിയിൽ അകപ്പെട്ടിരുന്നു. പിന്നീട് അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ ഒരു ദീർഘമായ പ്രസ്താവനയുമായി രംഗത്ത് വരേണ്ടുന്ന സാഹചര്യം, അത് ചാനൽ ക്യാമറയ്ക്ക് മുന്നിലാണ് അദ്ദേഹം അന്ന് പ്രസ്താവന നടത്തി. ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ദിവസമാകുമ്പോൾ വീണ്ടും EP ജയരാജൻ ഫോക്കസ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഈ വയനാട്ടിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയാകുന്നുണ്ടോ? രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് അവരുടെയൊക്കെ പ്രതികരണമായി കിട്ടുന്നത്? ഉറപ്പായും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വലിയ ചർച്ചയാവുന്നുണ്ട്. EPയുടെ എന്താണ് വീണ്ടും ഒരു ഇലക്ഷൻ ദിവസം രാവിലെ വരുന്ന പ്രതികരണം. ആ പ്രതികരണം ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് EPയുടെ ഓൺ വാക്കുകളാണെങ്കിൽ ഇക്കുറി അത് വരുന്ന EP പറയുന്ന അക്ഷരങ്ങളിലൂടെയാണെന്ന് മാത്രം. അതിനുശേഷം EP നിഷേധിച്ചാലും നിരാകരിച്ചാലും ഈ ബുക്ക് പ്രസാധകം ചെയ്യുന്ന DC ബുക്സ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം അനുജ, മാതൃഭൂമി ബുക്സ്, DC ബുക്സ് പോലെയുള്ള പ്രസാധക സംരംഭങ്ങൾ കേരളത്തിൽ കാലാകാലങ്ങൾ ഉള്ളതാണ്. അവർ ഏതെങ്കിലും തരത്തിൽ കരാറോ ഉടമ്പടികളോ ഇല്ലാതെ അങ്ങനെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കില്ല. കൃത്യമായ കരാറും ഉടമ്പടിയും ഒക്കെ അടിസ്ഥാനത്തിൽ EP പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. മാത്രമല്ല ഇന്ന് തന്നെ 10:30 ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ നിർവഹിച്ചിരുന്നതാണ്. എന്തായാലും ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം അതിന്റെ ഗ്രന്ഥകർത്താവ് അറിയാതെ എന്തായാലും വരില്ല. അപ്പോൾ ഈ പ്രകാശനം, അതായത് ഇത്രത്തോളം സ്ഫോടനാത്മക വിവരങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഉറപ്പായും EP ജയരാജൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 10:30 വരാനിരുന്നത്. അതിനു മുൻപ് നമ്മൾ ടോബി വഴി ആ പുസ്തകത്തിന്റെ കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അത് രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴേക്കും EP നിരാകരിക്കുന്നേ ഉള്ളൂ. അനുജ, ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. MP ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സാധാരണഗതിയിൽ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രയോഗങ്ങൾ ഒന്നും MP ഗോവിന്ദൻ ഇന്ന് പറഞ്ഞില്ല. ഇന്ന് MP ഗോവിന്ദൻ EP ജയരാജൻ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. DC ബുക്സിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ ഒന്നും തയ്യാറായില്ല MP ഗോവിന്ദൻ.
മാത്രമല്ല ഇ.പി. ജയരാജൻ ഇത്തരത്തിൽ കേസ് കൊടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സമാനമായൊരു വാർത്ത നമുക്ക് ഓർമ്മയുണ്ട് അനുജ. നമ്മുടെ സൂര്യ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്കെതിരെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പണം വാങ്ങി വാർത്ത ചെയ്തു എന്നൊക്കെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുത്തു. മുഖ്യമന്ത്രി കേസ് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതി, പോലീസിന് കൊടുത്ത പരാതി, ഇതൊക്കെ പ്രാഥമിക അന്വേഷണത്തിന് ഒരു കഥയും കാമ്പുമില്ല എന്ന് കരുതി ഇപ്പോൾ വർഷം ഒന്നായി ഏതെങ്കിലും തരത്തിൽ ആ കേസിന് അന്വേഷണം മുന്നോട്ടേക്ക് വിടില്ല. അതുകൊണ്ട് ഇ.പി. കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുജ, രാഷ്ട്രീയ ബോംബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. രാവിലെ ഇലക്ഷൻ അന്ന് രാവിലെ ഈ വാർത്ത വരുന്നു. ഈ വാർത്ത തന്നെ ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന 3 മേഖലകളിലും ഈ വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ചയാകുന്നു. കൊടകര കുഴൽപ്പണ കേസ്, നമ്മുടെ പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ 24 പുറത്തുവിട്ട കൊടകര കുഴൽപ്പണ കേസിലെ വെളിപ്പെടുത്തൽ ഏത് രീതിയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോളിളക്കവും ചർച്ചയുമായോ അതേപോലെ അതിനപ്പുറമോ ഇലക്ഷൻ ദിവസം ഇ.പിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശം, അൻവറിനെ കുറിച്ചൊക്കെയുള്ള പരാമർശം, ഇതെല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്നാൽ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താണ് എന്നത് കൂടി കേൾക്കാം. ഇ.പി. ജയരാജന്റെ പുസ്തക വിവാദം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് പറഞ്ഞു. തനിക്കെതിരായ പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ തന്നെ നിഷേധിച്ചെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പറഞ്ഞു. ഇ.പി. ജയരാജൻ തന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും വിവാദങ്ങൾക്ക് പിന്നിൽ പി ശശിയാണ് എന്നുമായിരുന്നു PV അൻവറിന്റെ മറുപടി. പ്രതികരണങ്ങളിലേക്ക്. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കിപ്പോൾ അത് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റു വിഷയങ്ങളെല്ലാം അതിന് മറുപടി കിട്ടുന്നതോടുകൂടി ജനങ്ങൾക്ക് അത് വ്യക്തത വരും. സഖാവ് ഇ.പി. ജയരാജന്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇ.പി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഓപ്പറേഷനാണ്. ഇ.പി. ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഇ.പിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. വ്യക്തിയെ ഈ പറയുന്ന പി ശശിയും ടീമും അത് ഹൈജാക്കിയത് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. എസ് വിജയകുമാർ ചേലക്കരയിൽ നിന്ന് തത്സമയം. വിജയകുമാർ, ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെയുള്ള വിമർശനമുണ്ട് എന്നുള്ളത്. പാലക്കാട്ട് സ്ഥാനാർത്ഥിക്കെതിരെയാണ് അതിനുള്ള പ്രതികരണം. അത് ആ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ EMSനെ ഉദ്ധരിച്ചുകൊണ്ടാണ്, സ്വതന്ത്ര വയ്യാവേലിയാകുമെന്നുള്ള ആ വാചകം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഒപ്പം PV അൻവറിനെ കുറിച്ചുണ്ട്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ ഈ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ അദ്ദേഹം പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് LDFന് ദോഷമാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ UR പ്രദീപ് ഇത് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ഒരല്പമൊക്കെ ആശങ്കയിൽ ഇപ്പോൾ അവിടുത്തെ CPIM ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം എങ്ങനെയാണ്? അനുജ, ഒരു വോട്ടെടുപ്പ് ദിവസം, ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വരുന്ന ഒരു പൊളിറ്റിക്കൽ സ്കൂപ്പാണ് യഥാർത്ഥത്തിൽ ടോബി ജോൺസൺ പുറത്തുവിട്ട ആ ആത്മകഥയിലെ ആ ഭാഗങ്ങൾ. അത് ഇ.പി. ജയരാജൻ എത്ര നിഷേധിച്ചാലും അത് ഒരു വസ്തുതയാണ് എന്നത് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല, അദ്ദേഹം അത് ഈ പറയുന്ന വ്യാജരേഖയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് പരാതി കൊടുക്കുകയും ഈ വ്യാജരേഖ അടിച്ച പ്രസ് സീൽ ചെയ്യുകയും അവിടെ നിന്ന് അതിന്റെ ബാക്കി കണ്ടെടുക്കുകയും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും 120B എന്ന ക്രിമിനൽ ഗൂഢാലോചന വകുപ്പ് ചുമത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെയാണ് അതിന്റെ നാട്ടുനടപ്പുള്ള നിയമവഴി. അതിലേക്കൊന്നും ഇ.പി. ജയരാജൻ ഈ സമയം വരെയും പോയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിലൊരു കോടതി വഴിയല്ല, പോലീസ് വഴി എന്ന് വെച്ചാൽ ക്രിമിനൽ നടപടി വഴിയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. അതിനേതായാലും അദ്ദേഹം ഇത്രയും സമയം ഈ വിവരം വന്നതിന് ശേഷം അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളത്, അതായത് DC ബുക്സും അദ്ദേഹവും തമ്മിൽ ഒരു ധാരണയുടെ പുറത്ത് ഈ ആത്മകഥ വരികയും അത് പ്രസിദ്ധീകരണത്തിന് അന്ന് അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വരികയും ചെയ്തു എന്നത് അത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു വരാവുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്കൂപ്പായി ഇത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചർച്ചാ വിഷയമാണ്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇവിടുത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നമ്മളെ നേരിൽ കാണുകയും ഫോണിൽ വിളിക്കുകയും എന്താണ് ഇതിന്റെ കഥ, ഇത് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ചർച്ച ചെയ്തത്. അവർ ആ ഘട്ടത്തിൽ പറയുന്നത് ഇ.പി. അത് ഡിസോൺ ചെയ്തതോടുകൂടി ഇനി ആ വാർത്ത നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴും നമ്മൾ പറയുന്നത് ഇത് വാർത്ത ഇ.പി. നിഷേധിച്ചെങ്കിലും അതിന്റെ പ്രിന്റഡ് ഫോം പുറത്തു വന്നിട്ടുണ്ട്, ഇത് കവർ ചട്ട പുറത്തു വന്നിട്ടുണ്ട്. ഇ.പിയും EMSും ഒന്നിച്ചുള്ള ചിത്രമാണ് അതിന്റെ കവർ പേജ് എന്ന്
പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി കേന്ദ്രങ്ങൾ ഞെട്ടുകയാണ്. അപ്പോൾ DC ബുക്സിനെ പോലെ ഒരു പ്രസാധക സംഘം അങ്ങനെ വ്യാജമായി ഒരു കവർ പേജ് ഒക്കെ സൃഷ്ടിക്കുമോ എന്ന ചോദ്യം അവർക്കിടയിലുമുണ്ട്. അതുകൊണ്ട് അവരത് പൂർണ്ണമായും EP അങ്ങനെ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നതുകൊണ്ട് അതിൽ അവസാനിപ്പിക്കുന്നില്ല. അവരിപ്പോഴും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, CPM-നെ തെരഞ്ഞെടുപ്പ് ദിവസം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതിനിപ്പോൾ ഓപ്പണായി പറയുന്നില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും അദ്ദേഹം അതിലൊരു വലിയ മാധ്യമ ഗൂഢാലോചനയൊന്നും ആരോപിക്കുന്നില്ല. EP-യെ മുഖവിലേക്ക് എടുക്കുന്നുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ പാർട്ടി പ്രതിരോധത്തിലാണെന്നതിന്റെ സൂചന ആ വാക്കുകളിലുമുണ്ട്. ഇവിടെ ചേലക്കരയിൽ ഒരു കാര്യം കൂടിയുള്ളത്, ചേലക്കരയിലെ സ്ഥാനാർത്ഥി UR പ്രദീപിനെ പറ്റിയൊന്നും EP പറഞ്ഞതായി ഒന്നും കാണുന്നില്ല. പക്ഷേ PV അൻവർ എന്റെ സ്ഥാനാർത്ഥി ചേലക്കരയിൽ കോൺഗ്രസിനെ അല്ല LDF-നെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് എന്ന പരാമർശത്തിൽ എല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ CPM പറയുന്നത് സുധീർ പിടിക്കുന്ന വോട്ട് അത് കോൺഗ്രസിൽ നിന്ന് നടത്തിയെടുക്കുന്ന വോട്ടാണ്. അതുകൊണ്ട് അൻവർ അവിടെ UDF-നാണ് വെല്ലുവിളി എന്നതാണ്. പക്ഷേ EP പറയുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയെ ബാധിക്കും. അപ്പോഴാണ് അൻവർ ഉന്നയിക്കുന്ന ഭരണവിരുദ്ധ പോലീസിനെതിരായ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരായ ആരോപണങ്ങൾ, അതുപോലെ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങളെ പറ്റിയുള്ള അൻവറിന്റെ ആരോപണങ്ങൾ അത് ഇവിടെ ചർച്ചയാകുന്നു എന്നാണ് ഭംഗ്യന്തരേണ EP ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. അതാണ് PV അൻവറിനെ ചാരി PV അൻവർ യഥാർത്ഥത്തിൽ ചേലക്കരയിൽ LDF-നാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ചേലക്കരയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ CPM-നെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ്. ചേലക്കരയിൽ 28 വർഷത്തെ ഭരണം നിലനിർത്താൻ CPM വലിയ കഠിനാധ്വാനം നടത്തുമ്പോൾ കോൺഗ്രസ് പ്രചാരണത്തിൽ വലിയ ആത്മവിശ്വാസം മുന്നേറിയെന്ന് അവർ ആത്മവിശ്വാസം ഉണ്ടാക്കുമ്പോഴാണ് EP ഇത്തരം ഒരു പരാമർശം നടത്തി പാർട്ടി കേന്ദ്രങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് പരാമർശങ്ങൾ. അത് EP നിഷേധിച്ചാൽ, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസവും അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പിന്നീട് പുറത്തു വന്നതാണ്. അപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അതിലൂടെ പുറത്തു വന്നത്. അത് തീർച്ചയായും പാർട്ടിക്ക് ദോഷകരമാകുമെന്നൊരു വിലയിരുത്തലിലേക്കൊക്കെ പാർട്ടി എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നിലവിൽ അവർ അതിനെ തള്ളുകയാണ്. EP ജയരാജൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്ന പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും തനേഷ് തമ്പി കൂടിയുണ്ട്. തനേഷ്, ഇപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പുറത്തു വന്നാൽ വിവാദമായേക്കാം, എന്നാൽ അത് കഴിഞ്ഞാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ പറയാമല്ലോ എന്നൊക്കെയുള്ള ചില വരികളുണ്ട്. കൂടാതെ ഇത് വ്യക്തിപരമായി ആരെയും വേദനിപ്പിക്കാനല്ല, അങ്ങനെയെങ്കിൽ വേദന ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്ന തരത്തിൽ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, ഇതിൽ ഈ പുസ്തകം അപ്പാടെ പരിശോധിച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനൊക്കെയുള്ള അദ്ദേഹത്തിന്റെ മറുപടികളും ഒക്കെയാണ്, അദ്ദേഹത്തിനുള്ള പരിഭവവും ഒക്കെയാണ് അതിൽ പറയുന്നത്. ഈ പുറംചട്ട മാത്രമല്ല, ഈ പേര്, ഇങ്ങനെ ഒരു പേര് പോലും താൻ ഓർത്തിട്ടില്ല എന്ന തരത്തിലേക്കാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. പക്ഷേ ഈ പേരൊക്കെ എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതുമാണ്, അന്നൊന്നും അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് ഈ വാദം നിലനിർത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ? അനുജ, ഈ വാദങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ CPIM കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ EP ജയരാജൻ നിഷ്കളങ്കനാണ്, അദ്ദേഹത്തെ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് ആവർത്തിക്കുമ്പോഴും അത്രത്തോളം നിഷ്കളങ്കമായി CPIM-ന് ഇനി EP ജയരാജനോട് പെരുമാറാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഓരോ ഘട്ടത്തിലും പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത് പല ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് EP ജയരാജൻ. ആ ഘട്ടത്തിലൊക്കെ ആ പിണക്കം മാറ്റാൻ CPIM നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. താരതമ്യേന ജൂനിയറായ MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്കും സംസ്ഥാന സെക്രട്ടറി ആകുന്നതുമൊക്കെ അദ്ദേഹത്തിന് അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പരസ്യമായി വന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ EP ജയരാജനെ LDF സ്ഥാനത്ത് നിന്നും മാറ്റുക കൂടി ചെയ്തതോടുകൂടി അദ്ദേഹം പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീടാണ് മുഖ്യമന്ത്രി ഇടപെട്ട് കൂടുതൽ സജീവമാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു നിലയിൽ ഏതാണ്ട് പാർട്ടിയോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് EP എത്തി എന്ന് തോന്നി തുടങ്ങിയ ഇടത്താണ് ഇന്ന് വളരെ ഒരു നേരത്തെ നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ബോംബ് ഇന്ന് EP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലൂടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾക്കുള്ള മറുപടി പല അഭിമുഖങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളിലുമൊക്കെ പല ആവർത്തി വന്നിട്ടുള്ളതാണ്. അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ
ഏറ്റവും ഒടുവിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കി എഴുതിയിട്ടുള്ള അധ്യായമാണ് ഒരുപക്ഷെ ഇ.പി. ജയരാജനെ വെട്ടിലാക്കുന്നത്. ഇത് വിവാദമായേക്കാം എന്ന മുൻവിധിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ആ അധ്യായം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര എളുപ്പം ഊരിപ്പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇ.പി. ജയരാജൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നടപടിക്ക് കാരണമായേക്കാവുന്ന വിധത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു വളരെ CPM നേതൃത്വത്തിൻ്റെ ഒരു തലോടൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പകൽ ഇത്തരമൊരു വാർത്ത കൊണ്ട് CPIM-നെ പ്രതിസന്ധിയിലാക്കിയത് അതെ, തീർച്ചയായും ആധികാരികമായ ഒരു വാർത്ത തന്നെയാണ് 24 എന്ന് പുറത്തുവിട്ടത്. പിന്നീട് അത് മറ്റു മാധ്യമങ്ങൾ കൂടി ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത് തന്റെ ആത്മകഥയല്ല, താൻ ആലോചിച്ചിട്ടില്ല, താൻ ആർക്കും ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള ഇ.പി. ജയരാജന്റെ വാദങ്ങൾ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് തന്നെയാണത്. ഏത് രീതിയിലാണ് ഇനി പാർട്ടി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമാകാൻ പോകുന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ADM കെ നവീൻ ബാബുവിനെതിരായ പരാതിയിലുള്ളത് തന്റെ ഒപ്പ് തന്നെയെന്ന് കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ. തനിക്ക് 2 ഒപ്പുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് TV പ്രശാന്തൻ മൊഴി നൽകി. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം TV പ്രശാന്തന്റെ മൊഴിയെടുത്തത്. എന്റെ ഒപ്പാണ് അത്, രണ്ടും എന്റെ ഒപ്പാണ്, രണ്ടും എന്റെ ഒപ്പാണ്. ആ, 2 ഒപ്പുണ്ട്. 2 ഒപ്പുണ്ടോ? ആ, 2 ഒപ്പ്. ഇങ്ങോട്ട് പറയാനില്ല, മതി 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 മതി, വിട്ടോളൂ. ഇങ്ങോട്ട് വേറൊന്നും പറയാനില്ല. പറഞ്ഞല്ലോ, പരാതി ഞാൻ കൊടുത്തേണെന്ന് പറഞ്ഞല്ലോ. അതെ 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 അതെ. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, ഈ വിഷയത്തിൽ വലിയ വിവാദം ഉയർന്നതാണ്. ഈ പരാതി യഥാർത്ഥത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ളതിൽ പോലും അതിന്റെ ആധികാരികതയിൽ സംശയമുണ്ടായിരുന്നു. പ്രശാന്ത് എന്നുള്ളതും പ്രശാന്തൻ, അങ്ങനെ 2 പേരുകൾ, ഒപ്പിലെ വ്യത്യാസം, ഇതൊക്കെ വാർത്തയായതാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണ്? അനുജ, ഈ കേസിൽ 3ാമത്തെ തവണയാണ് ഈ വിവാദ പെട്രോൾ പമ്പിന് NOC-ക്കായി അപേക്ഷിച്ചിട്ടുള്ള TV പ്രശാന്തൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് TV പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ വീണ്ടും TV പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് ശേഷമായിരുന്നു TV പ്രശാന്തൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് താൻ നൽകിയിട്ടുള്ള പരാതി, ആ പരാതി താൻ തന്നെ നൽകിയതാണ്, അതിലെ ഒപ്പ് തൻ്റേതാണ്, തനിക്ക് 2 ഒപ്പുണ്ട് എന്നതാണ് TV പ്രശാന്തൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഒപ്പ് മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ആ പരാതി വ്യാജമല്ല, ആ ഒപ്പും തൻ്റേതാണ്, തനിക്ക് 2 ഒപ്പുണ്ട് എന്നതാണ് TV പ്രശാന്തൻ ഈ ഘട്ടത്തിൽ പ്രതികരണമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ട്, വീഴ്ച സംഭവിക്കുന്നുവെന്ന വിമർശനം ഉയർന്നിരുന്നു. ഈ ഗൂഢാലോചന, ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്ന വിമർശനം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടെയാണ് TV പ്രശാന്തൻ്റെ മൊഴി നിലവിൽ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി ഈ ബിനാമി ഇടപാടിലേക്ക് ഉൾപ്പെടെ ഇനി അന്വേഷണം പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണോ TV പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും എന്താണ് TV പ്രശാന്തൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ള മൊഴി എന്നതിനെ സംബന്ധിച്ച് അല്പസമയത്തിനകം ആ വിവരങ്ങൾ കൂടി ലഭിക്കും. എന്തായാലും ഏൽപ്പിച്ചിട്ടുമില്ല, ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ട് നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്താ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നടപടി സ്വീകരിക്കും. അങ്ങത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് ചോർന്നു എന്നാണ് പറയുന്നത്. അല്ല, എവിടെയാണ് നോക്കണത്, എവിടെയാണെന്നുള്ളത്. ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ്. ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എൻ്റെ പുസ്തകം അതേ അല്ല. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇന്ന് 10:00 ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വ്യക്തമല്ലേ. ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ ഇന്ന് പ്രകാശന അതെ, അതെന്നെ എഴുതി പിടിപ്പിച്ചതല്ലേ. ഒപ്പം PV അൻവറിൻ്റെ ഒരു പ്രസ്താവന എന്ന് വന്നിട്ടുണ്ട്. ഇ.പി. ജയരാജൻ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല, സഹോദര തുല്യനാണ്, P. ശശിയാണ് ഇതിന് പുറകിൽ. അതൊക്കെ അസംബന്ധം. ഈ എഴുതിയത് മുഴുവൻ ഞാൻ അറിയാതെ ഏതോ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. ഇത് വളരെ മാധ്യമങ്ങൾക്ക് ഇതിലൊരു പങ്കുണ്ട്. നിങ്ങളെ 24-നെതിരെ ഞാൻ കേസ് കൊടുത്തേ പണ്ട്.
ഇതുപോലെ തന്നെ മാനിക്കുലേറ്റ് ചെയ്തിട്ട് 2-3 ആളെ കൊണ്ടുപോകും. ഇത് DC ബുക്സിൻ്റെ വരിയിൽ ഇരുത്തി ഒരു പിന്നെ ഇവിടുത്തെ ബാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എന്നിട്ട് നിങ്ങൾ ശ്രീകണ്ഠൻ നായരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ആ കള്ളത്തരാന്ന്. 3-4 ആൾ കൂടി ചേർന്നിട്ട് നിങ്ങളുടെ പത്തനംതിട്ട ലേഖകൻ, നിങ്ങളുടെ തൃശ്ശൂർ ലേഖകൻ, ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഏതോ ഒരാൾക്ക് വേണ്ടി പൈസയും വാങ്ങിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഒരു ഹോട്ടലിൽ അത് പോലീസിന് വിവരം കിട്ടി കേസെടുത്തിട്ട് ഇപ്പം നടക്കുകയാണ്. ഇത് DC ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് DC ബുക്സിന് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ DC ബുക്സിന് എൻ്റെ അടുക്കൽ ഈ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി ഞാൻ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. ശശി തന്നെ എൻ്റെ അടുക്ക വന്ന് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പുസ്തകം തയ്യാറാക്കട്ടെ എന്നിട്ട് പറയാം. പിന്നെന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് 10:30 പ്രകാശൻ എൻ്റെ ബുക്ക് എന്ത് തെമ്മാടിത്താൻ കാണിക്കുന്നത്, എന്ത് ധിക്കാരമായി കാണിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ. അതുകൊണ്ട് അതൊന്നും ആരെയും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ. ശരി, താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നത് ആവർത്തിക്കുകയാണ്. നിയമ നടപടിയിലേക്ക് പോകും എന്നുകൂടി പറയുന്നു. തന്റെ ആത്മകഥ ഇതല്ല എന്ന വാദം അത് ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ് EP ജയരാജൻ. വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് നടക്കുകയാണ്. രണ്ടിടത്തും മികച്ച പോളിംഗ് എന്നതാണ് വാർത്ത. ആ വാർത്തയിലേക്കാണ് ഇനി. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും ഉച്ചവരെ മികച്ച പോളിംഗ്. രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ്. ഇരു മണ്ഡലങ്ങളിലും ഉച്ചയോടെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. ഹാഷ്മി താജ് ഇബ്രാഹിം വയനാട്ടിൽ നിന്ന്, S വിജയകുമാർ ചേലക്കരയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, വയനാട്ടിലൊക്കെ മികച്ച പോളിംഗ് എന്നതാണോ? ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ജനങ്ങൾ കൂട്ടത്തോടെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണോ? അനുജ, മികച്ച പോളിംഗ് എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വയനാട്ടിലെ കാര്യം. മെച്ചപ്പെട്ട പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഉപതെരഞ്ഞെടുപ്പാണ്. നേരത്തെ അനുജ പറഞ്ഞതുപോലെ കേവല മാസങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാവിലെ മുതൽ എല്ലാ പോളിംഗ് ബൂത്തുകളും ഓടിപ്പോയി നോക്കുന്നുണ്ട്. എല്ലാ ഇടത്തും രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും ആ തിരക്ക് കുറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പറയുന്ന കൽപ്പറ്റ 95 ബൂത്തുകളിൽ സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുന്നു. രാവിലെ മുതൽ ഉച്ച വരെ ആളുണ്ടാകും. ഉച്ചയ്ക്ക് ആൾ തീരെ കുറയും. ഉച്ച കഴിയുമ്പോഴേക്ക് പിന്നെയും വീണ്ടും ആളുകൾ നിറഞ്ഞ് വോട്ടെടുപ്പ് തീരാനുള്ള സമയമാകുമ്പോഴേക്കും വലിയ നീണ്ട നിര വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇവിടുത്തുകാർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും ഒരു മെച്ചപ്പെട്ട പോളിംഗ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അനുജ, കഴിഞ്ഞ തവണത്തെ 73% മുകളിലേക്ക് പോകും എന്നിപ്പോഴും സത്യം പറഞ്ഞാൽ മുന്നണികൾക്ക് വലിയ ആത്മവിശ്വാസം പറയുന്നില്ല. 79%, 80% 2019 ഇവിടുത്തെ പോളിംഗ് ശതമാനം. 80% പോയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ സത്യൻ മൊകേരി നേടിയ 3 ലക്ഷം വോട്ടിന് മുകളിലേക്ക് വോട്ട് പിടിക്കുക, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പിടിച്ച 1 ലക്ഷത്തിൽ ചില്ലുവാനും വോട്ട്, നവ്യ ഹരിദാസ് നിലനിർത്തുക തുടങ്ങിയ മുന്നണികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ പോളിംഗ് ശതമാനം 80% മുകളിലേക്ക് പോയേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ മുന്നണികൾ സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ വയനാട് കഴിഞ്ഞ സമാനതകളില്ലാത്ത വണ്ണമുള്ള വലിയ വാക്പോരുകളും വലിയ പ്രചാരണ കോലാഹലങ്ങളും ഒക്കെ കണ്ടതാണ്. അതിനുശേഷം സ്വാഭാവികമായും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ മുന്നണികളുടെ ആ വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന് കണ്ട നമ്മൾ ഒരു വലിയ ജനസാഗരത്തിൻ്റെ ആവേശം കണക്കിന് ഒരു വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം നീണ്ട നിര ഇല്ല. വയനാട്ടിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണെന്ന് ഉറപ്പായും പറയാം. ഏറ്റവും ഒടുവിൽ വന്ന EP ജയരാജൻ്റെ 24 വന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ സ്ഫോടനാത്മകമായ കാര്യങ്ങളടക്കം ഇവിടെ ചർച്ചയാവുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ അത് ഏറെ വളരെ സജീവമായി ചർച്ചയാവുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ വോട്ടെടുപ്പിനെ അനുകൂലമായോ പ്രതികൂലമായോ LDFനെ സ്വാധീനിക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും അത് ഇന്ന് രാവിലെ മുതൽ തന്നെ വയനാടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവ ചർച്ചയാവുന്നുണ്ട്. അനുജ, അതുമായി ബന്ധപ്പെട്ട ഒറ്റക്കാരോട് ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ അല്പസമയം BP ജയരാജൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. 24-നെതിരെ ഒരു കേസ് കൊടുത്ത കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സൂര്യ ചെയ്തൊരു വാർത്തയെക്കുറിച്ചായിരുന്നു ആ കേസ്. ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസറടക്കം പോലീസിലടക്കം അദ്ദേഹം അന്നേ പരാതി കൊടുത്തതാണ്. അതിലെ പരിശോധന കഴിഞ്ഞതാണ്. പരിശോധന കഴിഞ്ഞ ആ കേസിൽ അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ ഇതിനേക്കാൾ മോശമായി നമ്മൾ പണം വാങ്ങി വാർത്ത ചെയ്തു എന്നൊക്കെയുള്ള വ്യാജങ്ങൾ EP ജയരാജൻ പറഞ്ഞതാണ്. അങ്ങനെ അതിലെ അന്വേഷണത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും പണം വാങ്ങലോ എത്തരത്തിൽ ഗൂഢാലോചന ഒന്നും
ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷമായി അതിന് അന്വേഷണം എവിടെയും എത്തിയില്ല. മാത്രമല്ല അന്വേഷണം ഏതാണ്ട് അവസാനിച്ച മട്ടുമാണ്. DP ജയരാജൻ വീണ്ടും ആവർത്തിക്കുന്ന കഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും പോളിംഗ് ശതമാനം ഏറ്റവും ഒരു ദ ബെസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷേ മോശമല്ല എന്ന അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഉച്ച കഴിയുമ്പോഴേക്കും ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. 40.64% വയനാട്ടിലെ പോളിംഗ്. ഇപ്പോൾ 48.42% എന്നത് ചേലക്കരയിൽ കണക്കായും പുറത്തു വരുമ്പോൾ വിജയകുമാർ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഇപ്പോൾ EP-യുടെ ബോംബ് അത് ഏത് തരത്തിലേക്ക് CPIM കേന്ദ്രങ്ങളൊക്കെ അവിടെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ഇപ്പോൾ ഈ അവിടുത്തെ പോളിംഗിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും വോട്ട് ചെയ്തോ? മറ്റൊന്ന്, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം തൊട്ടടുത്തടുത്ത് വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ? അനുജ, നമ്മൾ ഏതാണ്ട് കുറച്ച് അത്ഭുതത്തോടെയാണ് ചേലക്കരയിലെ പോളിംഗ് ബൂത്തുകളിലെ കാഴ്ചകൾ ഉച്ചവരെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് ഒരു 50% ആളുകൾ പോൾ ചെയ്തു കഴിഞ്ഞു എന്നത് ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയോട് ചേലക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ നല്ല സൂചനയാണ്. ഇപ്പോൾ അങ്ങനെ വലിയ ക്യൂ ഇല്ല എങ്കിൽ പോലും വോട്ടർമാരുടെ നിര ബൂത്തുകളിൽ ഇപ്പോഴും കാണാം. അത് പരക്കെ ഏതാണ്ട് 48-49% പഞ്ചായത്തുകളിലെ കണക്കെടുത്താൽ അത്രയും ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശരാശരി 50% ആളുകൾ ഇതിനോടകം ചേലക്കരയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ഏതാണ്ട് അന്ന് 1 മണി വരെയുള്ള കണക്കനുസരിച്ച് 40 ആയിരുന്നു. പക്ഷെ അതിനെ മറികടക്കുന്ന 45-ലേക്കൊക്കെ 1 മണിക്ക് തന്നെ കണക്ക് അനൌദ്യോഗികമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ആകുമ്പോഴേക്കും അത് 50% അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച പോളിംഗ് ഉച്ചവരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ നില തുടർന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 75 എന്നത് ഇത്തവണ മറികടക്കുമെന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ ഈ ചേലക്കരയുടെ ഒരു പൊതു സ്വഭാവം കാർഷിക മേഖല, കർഷക തൊഴിലാളികളൊക്കെയാണ് കൂടുതലുള്ളത്. അവർ വളരെ രാവിലെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. പക്ഷേ ഇത്തവണ ആ വോട്ടർമാരുടെ നീണ്ട നിര ഉച്ചവരെ തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്ര സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ് ചേലക്കര, അത് അതേ നിലയിൽ വോട്ടർമാർ ഏറ്റെടുത്തു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഇതേ നില തുടരുകയാണെങ്കിൽ 75 എന്ന ചേലക്കരയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് അതിനെ മറികടന്ന് ഏതാണ്ട് 80-അടുത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 80-അടുത്തേക്കൊക്കെ വോട്ടിംഗ് എത്തിയാൽ എന്തായിരിക്കും സാഹചര്യം എന്നത് LDF-ഉം UDF-ഉം BJP-യും തലയിൽ കൈവച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം അത് അങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ കൂട്ടത്തോടെ വീട്ടിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വരാൻ എന്താണ് കാരണമെന്നത് ഒരു വലിയ ആലോചന, വലിയ ചിന്തയായി നേതാക്കളുടെ മനസ്സിലുണ്ട്. എല്ലാ കേന്ദ്രങ്ങളും ഇപ്പോൾ LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും കേന്ദ്രങ്ങളിൽ സജീവമായി വോട്ട് നടക്കുന്നുണ്ട് എന്നത് അതുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരേ സമയം പ്രതീക്ഷയും ഒരേ സമയം ആശങ്കയുമാണ്. അപ്പോൾ എന്താണ് ഈ കൂട്ടത്തോടെയുള്ള ആളുകളുടെ ബൂത്തിലേക്കുള്ള യാത്രയ്ക്ക് കാരണമാകുന്നത്, അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മൾ ഈ നിൽക്കുന്നത് ചേലക്കരയിലെ 69-ാം നമ്പർ ബൂത്തിലാണ്. 69 ടൗണിലെ ബൂത്താണ്. 69, 70 ഒക്കെ ഈ അടുത്തടുത്ത ബൂത്തുകളാണ്. ഇതിൽ 69-ല് രാവിലെ മുതൽ എപ്പോൾ നമ്മൾ നോക്കുമ്പോഴും വോട്ടേഴ്സിന്റെ നീണ്ട നിര അത് കാണാം. ഇപ്പോഴും അത് തുടരുകയാണ്. പുരുഷന്മാരും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന വലിയ സംഘം ആളുകൾ ഇങ്ങനെ നട്ടുച്ചയ്ക്ക് 2 മണി സമയത്തും ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. ആളുകൾ വന്നും പോയും നിൽക്കുകയാണ്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഒരു നല്ല പ്രതികരണം ഇവിടെ വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിപ്പോൾ ബൂത്തിന് പുറത്തെ ക്യൂ കഴിഞ്ഞ് അകത്ത് ആളുകൾക്ക് ഇരിക്കാൻ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്, ബെഞ്ചുകളിലിട്ടുണ്ട്. അവിടെ ആളുകൾ വിശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ ഊഴമെത്തുമ്പോൾ അവർ ആ വഴിയിലൂടെ ആ സ്കൂളിനകത്തേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഈ ഏത് സമയത്തും ക്യൂ എന്ന മട്ടിൽ ആളുകൾ നിൽക്കുന്നുണ്ട് ഇവിടെ. അത് ഒരുപക്ഷെ ഈ ബൂത്തിലെ മാത്രം 69-ലെ മാത്രം കാഴ്ചയല്ല. നമ്മൾ രാവിലെ ചേലക്കര ടൗണിലെ ഒട്ടുമിക്ക ബൂത്തുകളിലും പോയിരുന്നു. നീണ്ട നിര എല്ലാ സമയത്തുമുണ്ട്. ഉച്ചയാകുമ്പോഴും ആളുകൾ ഇങ്ങനെ വന്നും പോയും നിൽക്കുകയാണ്. അനുജ ചോദിച്ചതുപോലെ EP ജയരാജന്റെ ആത്മകഥാ വിവാദം ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്ന ആ വാർത്തകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ എന്തിന്റെ സൂചനയാണ് ഈ നീണ്ട ക്യൂ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അതെ, 48.42, അതായത് 50-ലേക്ക് അടുക്കുന്നു ചേലക്കരയിലെ പോളിംഗ് ശതമാനം. മികച്ച പ്രതികരണം തന്നെയാണ്. അടുത്തടുത്ത് വന്ന തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്, പോളിംഗിനോട് എന്നുള്ളതാണ്. അവിടെ നിന്നിപ്പോൾ ഈ ഉച്ച സമയത്തും മിക്ക ബൂത്തുകളിലും നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ തൊഴിലാളികളൊക്കെയുള്ള മേഖലയാണ്. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതിനിടെ ഇന്ന് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടവുമായി സംസാരിച്ചു. വയനാടിനോട് വൈകാരിക ബന്ധമാണുള്ളത് എന്നതാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. തന്റെ ഭൂരിപക്ഷം വയനാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും, വിവാദങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കേൾക്കാം. I just feel that I've got so much love and affection from people since I've been traveling through the constituency that I'm already grateful to them. So whatever they decide is fine
for me. In fact, it's a deep emotional connection, and especially because when my brother was going through a difficult time, the people of Wayanad gave him their wholehearted support. They encouraged him. They gave him the strength to carry on, and I think they gave him the strength to do the Bharat Jodo Yatra. So I think it's for us, we are very grateful. No, I don't have any such expectation. Whatever the people decide is good for me. വയനാടും ചേലക്കരയും ഇപ്പോൾ പോളിംഗ് ബൂത്തിലാണ്. അതിൽ വയനാട്ടിൽ മെച്ചപ്പെട്ട പോളിംഗ്, ചേലക്കരയിലാകട്ടെ മികച്ച പോളിംഗ് എന്ന് തന്നെ പറയാം. വയനാടിനെ സംബന്ധിച്ച് ഉരുൾപൊട്ടലിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ജീവിതത്തെ പിടിച്ചുലച്ച ദുരന്ത നാളുകൾക്ക് ശേഷം മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും വോട്ടേഴ്സ് ഒരിക്കൽ കൂടി കണ്ടുമുട്ടി. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെല്ലാം നഷ്ടമായ ഇവിടത്തുകാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായാണ് ഇപ്പോൾ താമസിക്കുന്നത്. മുഴുവൻ വോട്ടേഴ്സിനെയും പോളിംഗ് ബൂത്തിലെത്തിക്കാൻ വോട്ട് വണ്ടി എന്ന പേരിൽ പ്രത്യേക വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദുരന്തം വിതച്ച ദിനങ്ങൾക്കിപ്പുറം മൊയ്തീനിക്കയും ഷഹർബാനും ആദ്യമായാണ് പരസ്പരം കാണുന്നത്. കണ്ട സന്തോഷത്തിൽ എന്ത് പറയണമെന്നറിയാതെ കുറെ പൊട്ടിക്കരഞ്ഞു. പഴയ കഥകൾ പറഞ്ഞു, പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. നമ്മളെ ജീവിതത്തിൽ ഒരു പാടാണ്, മറക്കാൻ കഴിയാത്ത ഒരു പാടാണ്. ഇതിന്റെ മുന്നേ ഉരുളൊട്ടിയപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ മനുഷ്യരായിട്ടുള്ളവർ ഇവിടെ വന്ന് ഒരു മാസമെങ്കിലും ജീവിക്കണം. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലയിക്കുന്ന ഇവിടെ അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും കലയിക്കുന്ന ഒരു നാടാണ്. ഞങ്ങൾക്ക് മതവും ജാതിയും ഒന്നുമില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ഇലക്ഷന് അതായത് ഇതില്ല, അത് ഒരു മൗലിക അവകാശമാണല്ലോ വോട്ട് എന്നുള്ളത്. ഇവരെ പോലെ നിരവധി പേരെയാണ് അട്ടമലയിലെ 167 ബൂത്തിലും മുണ്ടക്കൈയിലും 168 ബൂത്തിലും ചൂരൽമലയിലെ 169 നമ്പർ ബൂത്തിലും കാണാനായത്. പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും സ്വറ പറഞ്ഞുമെല്ലാമാണ് ഓരോരുത്തരും ബൂത്തുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയത്. ജില്ലാ ഭരണകൂടം പ്രത്യേകം തയ്യാറാക്കിയ വോട്ട് വണ്ടിയിലാണ് ഈ ബൂത്തുകളിലെ വോട്ടർമാർ എത്തിയത്. ഇനി പണിയെടുത്തിട്ട് ജീവിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതിനി നല്ലൊരു ഇതായാല് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ ഞങ്ങളെ പുതുമുഖങ്ങളൊക്കെ പോയി, എത്രയോ പേര് നഷ്ടപ്പെട്ടു പോയി. അവരൊന്നുമില്ല, അവരൊക്കെ ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ആദ്യഘട്ടമായി 2 KSRTC ബസ്സുകളിലായി 80 പേരെയാണ് ചൂരൽമലയിലെ പോളിംഗ് ബൂത്തിലെത്തിച്ചത്. വെളുത്ത റോസാപ്പൂക്കൾ നൽകിയാണ് ഇവരെ ഉദ്യോഗസ്ഥർ വരവേറ്റത്. ജാതിമത വേർതിരിവില്ലാതെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആയിരങ്ങളാണ് ഇന്ന് ഉരുൾപൊട്ടലിൽ വിവിധ ഇടങ്ങളിലായി കഴിയുന്നത്. അതിനാൽ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം ഇവർക്ക് കുടുംബസംഗമം കൂടിയാണ്. ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഓരോ വോട്ടർമാർക്കും സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ദിനങ്ങൾ കൂടിയാണ്. ക്യാമറമാൻ മുഹമ്മദ് യഹ്യക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ഇന്ന് 24 പുറത്തു കൊണ്ടുവന്ന സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്ത, EP ജയരാജന്റെ ആത്മകഥയിൽ വരാൻ പോകുന്ന വിവാദ ഭാഗങ്ങൾ. അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ്. വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത കൂടിയായി അത് മാറുകയാണ്. CPIM കേന്ദ്രങ്ങളെ ഏറെ പ്രതിരോധത്തിലാക്കുകയാണ് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിലെ ഭാഗങ്ങളാണ് ഇന്ന് 24 പുറത്തുവിട്ടത്. അതിലെ വിവാദ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയ വിവാദം, അതാണ് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. ഈ പുസ്തകത്തിൽ വിവാദത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്നത് നോക്കാം. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവ്ദേക്കർ എന്നെ വന്ന് കണ്ടത് വിവാദമാക്കിയതിനെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ വിശദീകരിച്ചതാണെങ്കിലും വീണ്ടും ആവർത്തിക്കട്ടെ. 2023 ഫെബ്രുവരി 2-നാണ് ദല്ലാൾ നന്ദകുമാറിനൊപ്പം ജാവ്ദേക്കർ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നത്. തീർത്തും അവിചാരിതവും അപ്രതീക്ഷിതവുമായിരുന്നു ആ വരവ്. എന്റെ മകന്റെ ഫോണിലേക്കാണ് ജാവ്ദേക്കർ വിളിച്ചത്. വരുന്നതിന് തൊട്ട് മുൻപാണ് വിളിച്ചത്. അച്ഛൻ അവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അല്പം കഴിയും മുൻപ് അവർ ഫ്ളാറ്റിലെത്തി. ഞങ്ങൾ ഈ വഴി പോവുകയാണ് എന്നും ഒന്ന് കണ്ടുപോകാമെന്ന് കരുതിയാണെന്നും പറഞ്ഞു.
ബിജെപിയുടെ കേരള പ്രഭാരി ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായുള്ള അനൗപചാരിക കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. സമാനമായി ബിനോയ് വിശ്വം, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരെയും കണ്ടതായും പറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിൽ കൂടുതൽ ആ കൂടിക്കാഴ്ച നീണ്ടില്ല. രാഷ്ട്രീയമെന്നല്ല ഒരു പൊതുകാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞില്ല. മറിച്ച് അങ്ങനെ ആര് വന്നാലും സ്വീകരിക്കുക എന്ന ആതിഥ്യ മര്യാദ കാട്ടി. ഇതിൽ രാഷ്ട്രീയമായ ഒരു വിശേഷവുമില്ലാത്തതിനാൽ അതേക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യേണ്ടെന്ന കാര്യമുണ്ടായിട്ടില്ല. പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യാൻ മാത്രം ഒരു പ്രാധാന്യവും അതിനെനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇതെടുത്തിട്ടത് ഗൂഢാലോചനയല്ലാതെ മറ്റെന്താണ്? BJPയിലേക്ക് പോകാൻ രഹസ്യ ചർച്ച നടത്തിയെന്ന പ്രചാരണം അത് കോലാഹലമായി മാറി. ഇതിന് പിന്നിൽ ഒരു വിഭാഗം BJP നേതാക്കളും UDFുമാണ്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് തന്റെ ആത്മകഥയിൽ EP ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലും EP-യുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. അതെങ്ങനെയാണ് എന്നത് പരിശോധിക്കാം. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളതുകൊണ്ട് തുറന്നു പറയാമല്ലോ എന്ന ആമുഖത്തോടെയാണ് 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന അധ്യായം തുടങ്ങുന്നത്. EP തുടർന്നെഴുതുകയാണ്. അതിങ്ങനെയാണ്: അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുൻപുള്ള മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേര്. ഇത്തരത്തിൽ സ്വതന്ത്രരെ പക്ഷം നിർത്തുന്നതിനെക്കുറിച്ച് സഖാവ് EMS പലകുറി പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും നമുക്കത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അത് വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകമാണ്. ഇങ്ങനെ പറയുന്നു. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരേട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതേക്കുറിച്ച് എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നതെന്ന് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം വരെ ജാവ്ദേക്കറുടെ സന്ദർശനവും എന്റെ വെളിപ്പെടുത്തലുമാണ് എന്ന് വരെ കഥയുണ്ടാക്കി. അങ്ങനെ CPIM തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇതാ മാറ്റാൻ പോകുന്നു എന്നിവരെ വാർത്തകൾ സൃഷ്ടിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത ശേഷം പാർട്ടി നിലപാട് വ്യക്തമാക്കി. അത് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ അതില്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചേർന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ തീരുമാനിച്ചത്. അതിനു മുൻപ് ചേർന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നുവത്രേ. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചുവെക്കുന്നില്ല. അതേതെങ്കിലും പദവി നഷ്ടപ്പെട്ടു എന്ന പ്രയാസം കൊണ്ടല്ല. എന്നെ ഈ വിഷയത്തിൽ എന്റെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ്. മാത്രമല്ല, ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. വിപ്ലവ പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്ന ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമാണ് എന്നെ നയിക്കുന്നത്. എങ്കിലും ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് എന്നെക്കുറിച്ച് പാർട്ടി പ്രവർത്തകരിലും അണികളിലും തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കി എന്ന വസ്തുത മറച്ചുവെക്കുന്നുമില്ല. അങ്ങനെ കൃത്യമായ പരിഭവം അദ്ദേഹം ഈ ആത്മകഥയിൽ പാർട്ടിയോടുള്ളത് പങ്കുവയ്ക്കുന്നു. ഇനി ഈ പാർട്ടിയെക്കുറിച്ച് EP ജയരാജന് ചിലത് പറയാനുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നാം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാക്കാൻ പഴയതുപോലെ കഴിയുന്നില്ല. അതിന് കാരണം പ്രാദേശികമായി ചില സ്ഥലങ്ങളിലെങ്കിലും നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ വേണ്ട രൂപത്തിൽ കേൾക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നത് കൂടിയാണ്. തുടർ ഭരണത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് പോലും തലക്കനമാണ് എന്ന ചിന്ത രൂപപ്പെട്ടു വരുന്നു. ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നിമിത്തമാകുന്നത് എങ്കിലും അതിന് പൊതുസ്വഭാവം കൈവരുന്ന പ്രചാരണമാണ് എതിരാളികൾ നടത്തുന്നത്. ആ വലയിൽ ജനങ്ങൾ വീഴുകയും ചെയ്യുന്നു. പ്രാദേശിക ഭരണ സംവിധാനമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളിൽ ജനങ്ങൾക്ക് മതിപ്പ് കുറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള EP-യുടെ നിരീക്ഷണങ്ങൾ അത് വിവാദമായതാണ്. അതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എങ്ങനെയാണെന്നും പുസ്തകത്തിലുണ്ട്. അത് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ? 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരിച്ചത്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പാർലമെന്ററി രംഗത്തേക്കും പാർലമെന്ററി രംഗത്തുള്ളവരെ സംഘടനാ രംഗത്തേക്കും മാറ്റുന്നതിനും മാറുന്നതിനും ഒരു മാനദണ്ഡം പാർട്ടി അവലംബിച്ചിരുന്നു.
അത് പാലിച്ചാണോ 3 സെക്രട്ടറിമാർ മത്സരിച്ചത്? സംഘടനാ രംഗത്ത് നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ചലിപ്പിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവരാണ് ജില്ലാ സെക്രട്ടറിമാർ. ഒറ്റയടിക്ക് അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി പാർലമെന്ററി പ്രവർത്തനത്തെ മുഖ്യമായി കണ്ട് മത്സരിച്ചത് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് എന്ന് കാലം വിലയിരുത്തേണ്ടതാണ്. അതുപോലെ കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ബഹുജന സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ അതാത് മണ്ഡലങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താനായി? അതുപോലെ ഭരണരംഗത്തുള്ളവരെ സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിലെ മാനദണ്ഡങ്ങളും എത്രത്തോളം പാലിക്കാനായി എന്ന സംശയവും ചില കേന്ദ്രങ്ങളെങ്കിലും ഉയർത്തുന്നു. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് എന്താണ് ഇപിക്ക് പറയാനുള്ളത്? കേൾക്കാം. ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തും എന്നതിനെയും ആശ്രയിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഇക്കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പറഞ്ഞു വരുന്നത്, തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടിമുതൽ മുടി വരെ ആവുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെയേ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കലാണ് ഈ പുസ്തകത്തിൽ, ആത്മകഥയിൽ ഇ.പി. ജയരാജൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വെട്ടിലാക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള, ഈ പുസ്തകത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് ഇത് ആ സമയത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ വിവാദമാകും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വരി, അത് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദത്തെ തള്ളിക്കളയുന്നത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്.